الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തായ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പണ്ഡിതന്മാരെ അനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ ഖബൂൽ ചെയ്ത് അവൻ്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നാം എന്നും പൂർവികന്മാരായ മഹത്തുക്കളെ, നമുക്ക് ജീവിതത്തിൽ മാതൃക കാണിച്ച മഹത്തുക്കളെ എന്നും അനുസ്മരിക്കുക മാത്രമല്ല, അവരുടെ മാർഗം പിൻപറ്റി ജീവിച്ച് ആഖിറം സലാമത്താകണം എന്ന് വിശ്വസിക്കുന്നവരാണ്. ആ നിലക്കാണ് ബഹുമാനപ്പെട്ട ഖൂറത്തു സാദാത്ത് മഹാനവറുകളുടെ 1-ാം ആണ്ട് ദിവസത്തിൽ അവിടത്തെ സിയാറത്ത് ചെയ്ത് അവിടത്തെ മുൻനിർത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ച് സന്തോഷിച്ച് പിരിയാൻ നാം ഒക്കെ എത്തിയിരിക്കുന്നത്. അള്ളാഹു തആല പൂർണ്ണമായി വിജയിപ്പിച്ച് തരുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ നേതൃസ്ഥാനം വഹിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, കൻസുൽ ഉലമ ഹംസ ഉസ്താദ് തുടങ്ങി ധാരാളം മഹത്തുക്കളെ നമുക്ക് അനുസ്മരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ഹംസ ഉസ്താദിന്റെ വഫാത്ത് സഫർ മാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ ആണ്ട് അനുസ്മരണ പരിപാടി ആഗസ്റ്റ് മാസം 16, 17 തീയതികളിലായി അൽ മഖറിൽ വെച്ച് വിപുലമായ പരിപാടികളാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പരിപാടിയിൽ നിങ്ങളെല്ലാവരുടെയും എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിന്റെ വഫാത്തോടുകൂടി അൽ മഖറിന്റെ സാരഥ്യം ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് തന്നെയാണ്. ആ ഭാവം അത് പരിഹരിക്കാൻ ഞാൻ തന്നെ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കണമെന്നത് മഹാനവറുകളുടെയും തീരുമാനമാണ്. അല്ലാഹു തആല പൂർണ്ണ ആഫിയത്തുള്ള ദീർഘായുസ്സ് അവർക്കും സാധുക്കളായ നമുക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മഹാന്മാരുടെ ഒക്കെ ഹഖ് കൊണ്ട്, അവരുടെ ജാഹ് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ കാലക്കേടുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി തരുന്നമാറാകട്ടെ. ആഗോളാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രശ്നപരിഹാരത്തിന് അള്ളാഹുവിലേക്ക് കൈനീട്ടുകയല്ലാതെ നമുക്ക് മറ്റ് മാർഗമില്ല. എല്ലായ്പ്പോഴും നാം അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന വസിയത്തോടെ വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.